മഞ്ഞുമൽ ബോയ്സാ? ഏത് മഞ്ഞുമൽ ബോയ്സ്? മഞ്ഞുമൽ ബോയ്സിനൊക്കെ നമ്മ തട്ടി. അതെ, 242 കോടി കളക്ഷൻ നേടിയ മഞ്ഞുമൽ ബോയ്സിനെ തകർത്തു. വെറും 8 ദിവസം കൊണ്ട് 250 കോടി രൂപയിലേറെ നേടി ചരിത്രം കുറിച്ചിരിക്കുകയാണ് എമ്പുരാൻ. ഇനി നമുക്കൊരു വീഡിയോയിലേക്ക് കടക്കാം. ഒരു പടം കാണിച്ചു വെല്ലുവിളിക്കാൻ ആർട്ടിസ്റ്റ് 100 കോടി രൂപ ഷെയർ വന്ന പടം, അങ്ങനെയുള്ള പടം ഉണ്ടായിട്ടില്ല. 100 കോടി ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാർ പറഞ്ഞതാണ്. മലയാളത്തിൽ ഇതുവരെയും 100 കോടി രൂപ ഷെയർ വന്ന ഒരു സിനിമ പോലും ഇല്ലെന്ന്. അതിനുള്ള മറുപടിയാണ് മോഹൻലാൽ എമ്പുരാനിലൂടെ കൊടുത്തത്. ആദ്യ ദിവസം തന്നെ എമ്പുരാൻ കണ്ട് നമ്മളിട്ട റിവ്യൂവിൽ പറഞ്ഞത് ചരിത്രം കുറിച്ച് എമ്പുരാൻ എന്നാണ്. അത് പറഞ്ഞതുപോലെ തന്നെ അച്ചട്ടായിരിക്കുകയാണ്. ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്, മോഹൻലാൽ, മുരളി ഗോപി ആൻഡ് ടീം. ഇപ്പോൾ റിലീസ് ചെയ്ത 9 ദിവസത്തിനുള്ളിൽ തന്നെ 250 കോടി എന്ന ഒരു റെക്കോർഡ് നേടിയ ചിത്രം പ്രദർശനം അവസാനിപ്പിക്കുമ്പോഴേക്കും എത്ര കോടിയായിരിക്കും വരിക എന്നാണ് ഇപ്പോൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത്. അത് 400 കോടിയോ 500 കോടിയോ വരെ എത്തിയേക്കാം എന്നാണ് നിഗമനം. ഇനി റിലീസ് ചെയ്ത 9 ദിവസത്തിനുള്ളിൽ തന്നെ എമ്പുരാൻ തകർത്ത മറ്റു ചില റെക്കോർഡുകളെ പറ്റി നമുക്ക് നോക്കാം. റിലീസ് ചെയ്ത 9 ദിവസത്തിൽ തന്നെ ഒരുപാട് റെക്കോർഡുകൾ എമ്പുരാൻ തകർത്തിട്ടുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ, മലയാളത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 50 കോടി, ഏറ്റവും ഫാസ്റ്റസ്റ്റ് 100 കോടി. വെറും 2 ദിവസത്തിലാണ് ചിത്രം 100 കോടി നേടിയത്. അതുപോലെ മലയാളത്തിലെ ഏറ്റവും വേഗത്തിലുള്ള 200 കോടി എന്ന റെക്കോർഡുകളും ഇപ്പോൾ എമ്പുരാൻ്റെ പേരിലാണ്. അതുമാത്രമല്ല, വിദേശത്തു നിന്ന് ഏറ്റവും അധികം കളക്ട് ചെയ്ത ചിത്രവും എമ്പുരാൻ തന്നെ. 100 കോടിയിലേറെയാണ് ഇതുവരെ എമ്പുരാൻ വിദേശത്തു നിന്നും കളക്ട് ചെയ്തത്. ബുക്ക് മൈ ഷോയുടെ ചരിത്രത്തിൽ 120 മണിക്കൂറിൽ 30 ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ വിറ്റഴിച്ച് എമ്പുരാൻ ചരിത്രം സൃഷ്ടിച്ചു. ഇപ്പോഴും കേരളത്തിൽ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും UK, US, ഓസ്ട്രേലിയ മുതലായ വിദേശ രാജ്യങ്ങളിലും ടിക്കറ്റുകൾ അതിവേഗം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, എമ്പുരാൻ്റേത് ഒരു വിജയം മാത്രമല്ല, ഒരു സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ്. കുടുംബങ്ങൾ, സിനിമാ പ്രേമികൾ, ആരാധകർ എല്ലാവരും ഈ ചിത്രത്തെ ആഘോഷിക്കുക തന്നെയാണ്. മലയാള സിനിമ വ്യവസായത്തിൽ തന്നെ വലിയ ഒരു ഉണർവാണ് എമ്പുരാൻ പകർന്നു നൽകിയിരിക്കുന്നത്. ഇത്രയേറെ ബഡ്ജറ്റിൽ ഒരു സിനിമ നിർമ്മിക്കാനും അത് ഇത്രയധികം കളക്ട് ചെയ്യുമ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് സിനിമകളുമായി വരുവാനും ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകും എമ്പുരാൻ്റെ വിജയം. ഈ സിനിമാറ്റിക് വിപ്ലവത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ്. എമ്പുരാൻ്റെ വിജയത്തോടുകൂടി തുടർച്ചയായ 5 പതിറ്റാണ്ടുകളിലും ഇൻഡസ്ട്രി ഹിറ്റുകൾ നൽകിയ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏക നടൻ ഇപ്പോൾ മോഹൻലാൽ മാത്രമാണ്. 1980കളിൽ രാജാവിൻ്റെ മകൻ, 1990കളിൽ കിലുക്കം, മണിച്ചിത്രത്താഴ്, 2000ങ്ങളിൽ നരസിംഹം, 2019 ദൃശ്യവും പുലിമുരുകനും, ഇപ്പോൾ എമ്പുരാനും. കഴിഞ്ഞ 50 കൊല്ലത്തോളമായി മലയാള സിനിമ മോഹൻലാൽ എന്ന ഇതിഹാസത്തിന് ചുറ്റുമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യമാണ് നമ്മൾ എമ്പുരാൻ്റെ ചരിത്ര വിജയത്തിലൂടെ മനസ്സിലാക്കുന്നത്. മറ്റു ഭാഷകളിൽ ബാഹുബലിയും KGF, പുഷ്പയും പോലെയുള്ള ബ്രഹ്മാണ്ഡ പടങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ മലയാളത്തിൽ ഇതൊക്കെ സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എമ്പുരാൻ. ഇനി ലൂസിഫർ 3 അസ്രായേൽ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും ബോക്സ് ഓഫീസിന്റെ അവസ്ഥ എന്ന് ഊഹിക്കാൻ പറ്റുമോ? ലൂസിഫർ 3 അസ്രായേലിനെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരാം. This is Vedic Nimal signing off. Bye bye.